ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂളുകളെ കുറിച്ചാണ്. സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ മോഡേൺ ആർക്കിടെക്ചറിൽ വളരെ അട്രാക്റ്റീവായിട്ടൊരു ഫീച്ചറായിട്ട് മാറുന്നുണ്ട്. കാര്യം വളരെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളും ആർക്കിടെക്ചറിലുള്ള അഡ്വാൻസ്മെൻറ്റും എല്ലാം നല്ല രീതിയിലുള്ള പൂളുകൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വാസ്തുവിൽ സ്വിമ്മിംഗ് പൂൾ വീട്ടിലാവാമോ എന്നുള്ളൊരു ചോദ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിൽ സ്വിമ്മിംഗ് പൂൾ വീട്ടിൽ നമ്മൾ ആവാം, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സ്വിമ്മിംഗ് പൂളിൽ വാട്ടർ ബോഡി നമ്മൾ വലുതായിട്ടുള്ളൊരു വാട്ടർ ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വലുതായിട്ടൊരു വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചഭൂതങ്ങളാണല്ലോ വാസ്തുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ എലിമെൻറ്റ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുകയും അത് ഡിസ്പ്രപ്പോർഷനേറ്റായി മാറും. അതായത് മറ്റ് എലിമെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം കൂടുന്നു. നമ്മളില്ല ഈക്വൽ ബാലൻസിൽ നിർത്തണം എന്ന് എപ്പോഴും പറയും. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം കൂടുമ്പോൾ അത് വാസ്തുവിൽ എഫക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സ്വിമ്മിംഗ് പൂൾ കൊടുക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നമ്മളതിനെ മാറ്റണം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നമ്മളത് കൊണ്ടുപോകണമെന്ന് മാത്രമല്ല, സ്വിമ്മിംഗ് പൂള് ഒരു ലെവല് താഴ്ത്തി വേണം. നമ്മൾ ബിൽഡിങ്ങിൻ്റെ ലെവലിൽ അതേപോലെ ചെയ്യാതെ ഒരു ലെവൽ താഴ്ത്തിയിട്ട് വേണം നമ്മൾ സ്വിമ്മിംഗ് പൂളിന് ചെയ്യാനായിട്ട്. കാര്യം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഈ കന്നിമൂലയിലൊക്കെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വാസ്തു കൺസൾട്ടിങ് അനുഭവത്തിലൊക്കെ ഞാനത് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും സ്വിമ്മിംഗ് പൂളിനെ കെട്ടി പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു സൊല്യൂഷനെ നിർദ്ദേശിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് അത് ഈ പറഞ്ഞ ഡയറക്ഷനിൽ തന്നെ പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഈ ഒരു ഹൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടൊരു താഴ്ന്ന ഏരിയ എന്ന് വെച്ചാൽ നോർത്ത് ഭാഗം എപ്പോഴും താഴ്ന്നു കിടക്കണമെന്നാണ് വാസ്തു പ്രിൻസിപ്പിൾ. അപ്പോൾ അതും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം സ്വിമ്മിംഗ് പൂൾ റോങ് പൊസിഷനിൽ ആണെങ്കിൽ, കാര്യം വാട്ടർ എലിമെൻറ്റ് അൺബാലൻസ്ഡ് ആവുകയും അല്ലെങ്കിൽ ഓവർ ഇമ്പോർട്ടൻസ് വാട്ടറിന് കൊടുത്തിട്ട് മറ്റ് എലിമെൻറ്റ്സിനെല്ലാം വീക്കാക്കുന്ന ഒരു ഘടകം വന്നാൽ ഇത്തരത്തിലുള്ള ഈ ഒരു എനർജി ബാലൻസിനെ അത് ബാധിക്കുന്നത് കൊണ്ട് കഴിയുന്നതും സ്വിമ്മിംഗ് പൂൾ കൊടുക്കുമ്പോൾ ഈ റൂളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ കൊടുക്കുക. ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ കൊടുക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. മോഡേൺ നമ്മൾ ഈ വാസ്തു പല ട്രഡീഷണൽ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യണമെന്നല്ല. ട്രഡീഷണൽ വാസ്തുവിൽ ആ പ്രിൻസിപ്പിളിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് മോഡേൺ ആർക്കിടെക്ചറിലേക്ക് ബ്ലെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു കോമ്പിനേഷനാണ് ഇമ്പോർട്ടൻറ്റ്. കാര്യം എന്ന് വെച്ചാൽ ഈ മോഡേൺ ആർക്കിടെക്ചറിനെയും ട്രഡീഷണൽ വാസ്തുശാസ്ത്രത്തിനും ഞാനിപ്പോൾ ചെയ്യുന്ന അതാണ്. അതിൽ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം മോഡേൺ ആർക്കിടെക്ചറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതിനെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പഴയ രീതിയിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ട് മോഡേൺ ആർക്കിടെക്ചറിൽ ട്രഡീഷണൽ വാസ്തുവിൻ്റെ എലിമെൻറ്റ്സിനെ എത്ര ഭംഗിയായി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ, ഞാനൊക്കെ ചെയ്യുന്ന പ്ലാനുകളിൽ അങ്ങനെയാണ് ഞങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത്ര നല്ല പ്രാധാന്യത്തോടു കൂടി ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വാസസ്ഥാനം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ നിൽക്കുന്നവരെ നന്ദി, നമസ്കാരം.